സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃപയാണെങ്കിൽ അത്യാസന്ന നിലയിൽ അകത്താണ്. ഡോക്ടർ ഇതേ സമയം പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്താണെങ്കിൽ സാഗറും സുജയും ആൻറ്റിയമ്മയും ഒക്കെ നല്ല നിലവിളിയാണ് കേട്ടോ. തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട്, ഹെഡിൽ ഹെവി ആയിട്ടുള്ള ഇഞ്ചുറിയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും പറയാനായിട്ട് കഴിയില്ല, നിങ്ങൾക്ക് ആർക്കും കാണാനായിട്ടും കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും സങ്കടമാവുന്നുണ്ട് കേട്ടോ. കുറേ നേരം കഴിയുമ്പോൾ മഹിയാണെങ്കിൽ കൃഷ്ണനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്ന ഉടൻ തന്നെ അവൻ നിലവിളിക്കുന്നുണ്ട് കേട്ടോ, എവിടെ എൻ്റെ കൃപമോൾ, പാവം കുട്ടി എന്നെ കാണണം, എന്നോടൊപ്പം യാത്ര ചെയ്യണമെന്ന് പറഞ്ഞ് പുറത്ത് പോകാനായിട്ടാണ് ഓഫീസിലേക്ക് വന്നത്. ഞാൻ അവളുടെ ഒപ്പം പോയിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങനെയൊന്നും ഒരപകടം വരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. എന്നാൽ എനിക്ക് അവളെ കാണണം, കാണാതെ എനിക്ക് സമാധാനമില്ല, പ്ലീസ് എന്നെ ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് ബഹളം വയ്ക്കുകയാണ് കേട്ടോ. കൃഷ ആശുപത്രിയിലെത്തിയതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് കൺമണിയും വരുന്നുണ്ട്. കൺമണിയാണെങ്കിൽ കൃഷ്ണൻ്റെ കൂടെ തന്നെ നടക്കുകയാണ്. ഇതേ സമയം കൺമണിയോട് സുജാത പറയുന്നുണ്ട്, മോളെ എൻ്റെ കൃപമോള് പാവം, അവൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചല്ലോ. രാവിലെ തന്നെ വളരെയധികം സന്തോഷത്തിൽ ചിരിച്ചു കളിച്ച് അവിടെ നിന്ന് ഇറങ്ങിയതാണ്, എന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയത് എന്നൊക്കെ സുജാത പറയുന്നത് കേട്ട് കൺമണിക്കാണെങ്കിൽ ഒത്തിരി സങ്കടമാവുന്നുണ്ട്. ആശ്വസിപ്പിക്കുന്നതിന് പകരം കൺമണി അവിടെ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. കാരണം ഇന്ന് ഓഫീസിൽ നടന്ന സംഭവങ്ങൾ തന്നെ അവൾ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. കൃപ ഇല്ലായിരുന്നെങ്കിൽ അവൾ ഉറപ്പായും അലകയിൽ ജോലി രാജിവെച്ചിട്ട് നേരെ BR ഗ്രൂപ്പിലേക്ക് പോയേനെ. ആ ബാലഗോപാലനാണെങ്കിൽ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ലൈവായിട്ട് തന്നെ കാണുന്നുണ്ട്. ക്ലിയനാണെങ്കിൽ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ഒക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മകളെ നഷ്ടപ്പെട്ടതോർത്ത് സാഗര വിഷമിക്കുന്നത് കണ്ട് അയാൾക്ക് നല്ല സന്തോഷമാവുകയാണ് കേട്ടോ. ഇതേ സമയം ബലരാമനാണെങ്കിൽ സുമിത്രയോട് പറയുന്നുണ്ട്, അമ്മയെ പ്രതികാരം ചെയ്യുമ്പോൾ തെറ്റ് എന്നൊന്നുമില്ല, ശരി മാത്രമേ ഉള്ളൂ നമ്മുടെ ശരി, അതുകൊണ്ട് തന്നെ നോക്കിക്കോ, ഞാൻ എൻ്റെ അടുത്ത ശരിയിലേക്ക് പോകാൻ പോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി നാടകം കളിക്കാൻ അയാൾ തീരുമാനിക്കുന്നുണ്ട്. കൺമണിയാണെങ്കിൽ കൃഷ്ണനൊപ്പം തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ബലരാമനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഞെട്ടിക്കാണ്. കൺമണിയും കൃഷ്ണൻ കൂടെ ചേർന്ന് നടന്നു വരുന്നതൊക്കെ കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ അയാൾക്ക് കുറച്ച് കൂടുതൽ വാശിയാവുകയാണ് കേട്ടോ. കൺമണിയെ BR ഡിസൈനിൽ ജോയിൻ ചെയ്യിപ്പിച്ച് അലിക ഡിസൈൻ മുടിപ്പിക്കാമെന്ന് വിചാരിച്ച് അവൻ്റെ എല്ലാ കാര്യങ്ങളും കുഴഞ്ഞു മറിയുന്നുണ്ട്. എന്തായാലും കൃഷി തൻ്റെ എല്ലാ സങ്കടങ്ങളും കൺമണിയോടായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. മാനസയുടെ എല്ലാ കുറവും കൺമണിയാണ് നികത്തുന്നുണ്ട്. അല്ലെങ്കിലും മാനസയെ കൃഷ്ണന് ഇഷ്ടമല്ലല്ലോ. കൺമണിയാണെങ്കിൽ കൃഷ്ണനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയത്ത് സാഗർ സുജാതയോടും ആൻറ്റിയമ്മയോടായിട്ട് പറയുന്നുണ്ട്, പാവം കൺമണി, കൺമണിയെ നോക്കൂ, അവൾ വീട്ടിലെ കാര്യങ്ങൾ പോലും മറന്ന് കൃഷ്ണനൊപ്പം നിന്ന് അവനെ ആശ്വസിപ്പിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു സ്റ്റാഫിനെ കിട്ടാൻ നമ്മൾ എന്തായാലും ഭാഗ്യം ചെയ്യണം. ഇതേ സമയം ബലരാമൻ അങ്ങോട്ടേക്ക് വന്ന് സുജാതയെയും സാഗറിനെയും ഒക്കെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അവൻ്റെ നാടകം പൊളിയട്ടെ. ബാക്കി വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.